ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഹരി ഓം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവനാമങ്ങൾ, സംസ്കൃതത്തിലെ സർവനാമങ്ങൾ പഠിച്ചു തുടങ്ങിയിരുന്നു. അതിൽ നമ്മൾ അതിൻ്റെ വിവിധ രൂപങ്ങൾ, അതായത് 2-3 ശബ്ദങ്ങളുണ്ട് അതിൽ. അതായത് തത് ശബ്ദമുണ്ട്, ഏതത് ശബ്ദമുണ്ട്, കിം ശബ്ദമുണ്ട്. അപ്പൊ ഇതിൻ്റെ എല്ലാം വിവിധ രൂപങ്ങൾ ആയിട്ട് വരുന്ന സർവനാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷഹ സഹ, ഇതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചിത്രത്തിൽ കൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പുല്ലിംഗ സർവനാമങ്ങളാണ്. ഇനി അതിനെ തുടർന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഏഷാ സ എന്ന സ്ത്രീലിംഗ സർവനാമ രൂപങ്ങളുണ്ട്. അതിന്റെ വ്യത്യാസം എന്താണ്? ഏഷാ സ എന്ന 2 രൂപങ്ങളുടെയും വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവനാമഃ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്സിൽ വരുന്നത്. അത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഷ എന്ന രൂപം, ഏഷഹ സഹ, അതായത് നമ്മുടെ ഇതിൻ്റെ സർവനാമത്തിനകത്തുള്ള ആ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏഷഹ സഹ ശബ്ദത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വരുന്നത് ഏഷാ സ, അതായത് അതിൻ്റെ തന്നെ ഏതത് ശബ്ദമാണ്. ഏതത് എന്ന മൂലശബ്ദത്തിൽ നിന്നാണ് ഈ ഏഷ എന്ന ശബ്ദം വന്നിരിക്കുന്നത്. ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏഷഹ എന്നുള്ളത് പുല്ലിംഗ ശബ്ദം, അതായത് ദകാരാന്തഃ ഏതത് ശബ്ദം എന്ന മൂലശബ്ദത്തിൽ നിന്നുണ്ടായ സ്ത്രീലിംഗ സ്ത്രീലിംഗ സർവനാമ രൂപമാണ് ഏഷ. അപ്പം ഏഷായും സ എന്ന് പറയുന്നത് ദകാരാന്തഃ തത്ശബ്ദമായ തത്ശബ്ദം, ദകാരാന്ത തത്ശബ്ദം എന്ന മൂലശബ്ദത്തിൽ നിന്നുണ്ടായ 3 രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുല്ലിംഗ ശബ്ദമായ സഹ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം അതിൽ സ എന്നുള്ളത് സ്ത്രീലിംഗ രൂപമാണ്. അതിൻ്റെ സ്ത്രീലിംഗ രൂപത്തിൽ വരുന്ന ദകാരാന്തഃ സ്ത്രീലിംഗ ശബ്ദം സ. അപ്പം ഏഷായും സായും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, ബാലിക. അതിൻ്റെ അപ്പുറത്തത് രണ്ടും ഒരേ ചിത്രം തന്നെയാണ്, രണ്ടും പെൺകുട്ടിയെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസം എന്താണ്? ആദ്യത്തത് ഏഷാ ബാലിക, അതായത് നമ്മുടെ അടുത്തൊരു പെൺകുട്ടി നിൽക്കുകയാണെങ്കിൽ ഏഷാ ബാലിക എന്ന് പറയും. ഈ കുട്ടി രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി ദൂരെയായിട്ട് നിൽക്കുകയാണ്. അപ്പം സാ ബാലിക, ഏഷാ ബാലിക, സാ ബാലിക. അടുത്തതായിട്ട് ലത, വള്ളി, ഒരു വള്ളിയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏഷാ ലത, സാ ലത. ഏഷ എന്ന് പറയുമ്പോൾ അടുത്ത് ഉള്ളവയെ സൂചിപ്പിക്കുന്നു. സാ ലത ദൂരെയായിട്ട് ഉള്ളതിനെയാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഏഷാ ഷാട്ടിക, സാ ഷാട്ടിക. ഇതൊരു ഷാട്ടിക എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഷാട്ടിക എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം സാരി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഏഷാ ഷാട്ടിക എന്ന് പറയുമ്പോൾ ഇതിൽ അടുത്തായിട്ടാണ് പറയുന്നത്, അടുത്ത് കാണിച്ചിരിക്കുന്നതുകൊണ്ട് അടുത്തുള്ളതിനെയാണ് പറയുന്നത്. അപ്പോൾ ഏഷാ ഷാട്ടിക, സാ ഷാട്ടിക. സാ എന്ന് പറയുമ്പോൾ ദൂരത്തായിട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഒരു വസ്തുവിൻ്റെ
സാരി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാണ്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഏഷ എന്ന് ഉപയോഗിച്ച് പറഞ്ഞു? അതൊരു നപുംസകലിംഗം. പക്ഷെ ഞാൻ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ ഒരു പദത്തിൻ്റെ അർത്ഥവുമായിട്ട് അതിൻ്റെ ലിംഗരൂപങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ആ അർത്ഥം മലയാളത്തിലാണെങ്കിൽ നമ്മളൊരു പദം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് അതിൻ്റെ ലിംഗം നമ്മൾ നിർണ്ണയിക്കുന്നത്, ലിംഗം പറയുന്നത്. പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെയല്ല. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗങ്ങൾ വരുന്നത് അതിൻ്റെ അർത്ഥവുമായിട്ട്, ആ വാക്കിൻ്റെ പറയുന്ന പദത്തിൻ്റെ അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവും വരികയില്ല. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗം ശബ്ദമാണ് ശാട്ടിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകാരാന്ത ശബ്ദങ്ങളെല്ലാം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ആകാരാന്തത്തിൽ ആ എന്ന സ്വരാക്ഷരത്തിൽ അന്തം വരുന്ന ശബ്ദങ്ങളെല്ലാം സംസ്കൃതത്തിൽ സ്ത്രീലിംഗ പദങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഏഷാ ശാട്ടിക എന്ന് വന്നത്. ഏഷാ ശാട്ടിക, സാ ശാട്ടിക. അതുപോലെ തന്നെയാണ് അടുത്തത് മാലയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മാല എന്ന് പറയുന്നതും ഒരു വസ്തുവാണ്. പക്ഷെ അത് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഏഷാ മാല, സാ മാല. മാല എന്ന് പറയുന്ന സെയിം മലയാളത്തിലും നമ്മുടെ സംസ്കൃതത്തിലും ഒരേ വാക്ക് തന്നെയാണ് പറയുന്നത്. ഏഷാ മാല, സാ. ദൂരെയായിട്ട്, ഈ ചിത്രത്തിൽ ദൂരെയായിട്ട് ആണ് മാല കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാ മാല. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇത് തന്നെ. ഇതേ ഏഷാ സായുടെ ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട്, ഈ ചിത്രത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യങ്ങളല്ല കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി, അപ്പുറത്തെ ചിത്രത്തിൽ ഒരു വൃദ്ധയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ആള് പെൺകുട്ടിയാണ്, ബാലികയാണ്. അപ്പോൾ ഏഷാ ബാലിക. ദൂരെ നിൽക്കുന്ന ആള് വൃദ്ധയാണ്. അപ്പോൾ സാ വൃദ്ധ. അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ അടുത്തുള്ളത് ഒരു വള്ളിച്ചെടിയാണ് കാണിച്ചിരിക്കുന്നത്. ദൂരെ ഒരു മൊട്ട്, കലിക എന്ന് പറഞ്ഞ മൊട്ടാണ്, ബഡ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ലത എന്നുള്ളതിന് ഏഷാ ലത, സാ കലിക ഇങ്ങനെ പറയും. ഇനി അടുത്തത് അതേപോലെ തന്നെ വീണ്ടും അതിൻ്റെ 2 ഉദാഹരണങ്ങളും കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ അടുത്ത് കാണിച്ചിരിക്കുന്നത് ഷാട്ടിക, സാരി. ദൂരെ കാണിച്ചിരിക്കുന്നത് പേട്ടിക, ഒരു ബോക്സാണ്, പെട്ടി. അപ്പോൾ അടുത്തുള്ളതായതുകൊണ്ട് നമ്മൾ ഏഷാ ഷാട്ടിക, സാ പേട്ടിക. അടുത്തതായിട്ട് അടുത്ത ചിത്രത്തിൽ മാല അടുത്ത് കാണിച്ചിരിക്കുന്നു, ദേവത ദൂരെയായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പം ഏഷാ മാല, സാ ദേവത. അപ്പം ഇതാണ് നമ്മൾ ഏഷാ സാ എന്ന സ്ത്രീലിംഗ സർവനാമ രൂപത്തിൻ്റെ വ്യത്യാസം. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയാനായിട്ടാണ് ഈ ചിത്രങ്ങളിലൂടെ കാണിച്ചു തന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നപുംസക ശബ്ദം പഠിച്ചു. നപുംസക രൂപം, സർവനാമത്തിൻ്റെ നപുംസക രൂപം പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതത് ശബ്ദവും തത് ശബ്ദവും പഠിച്ചു. അതായത് തത് എന്ന് പറയുന്നത് നമ്മൾ ദകാരാന്തഃ തത് ശബ്ദമായ ആ മൂലശബ്ദമാണ്. തത് എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ സഹ, സാ, തത്. അതിൽ തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അത് നപുംസകലിംഗമാണ്. ഏതതെന്ന് പറയുന്നത് ദകാരാന്തഃ ഏതത് ശബ്ദം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ നപുംസക സർവനാമ രൂപമാണ് ഏതത്. അങ്ങനെയാണ് അതിനെ വായിക്കുന്നത്. ഏതത് ഫലം, തത് ഫലം. അപ്പം അടുത്ത് കാണിച്ചിരിക്കുന്ന ഇതിപ്പോൾ ഒരു മാങ്ങാപ്പഴത്തിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു ഫ്രൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏതത് എന്ന് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഏഷാ അടുത്തുള്ളതിന് ഉപയോഗിച്ചതുപോലെ ഏതത് നപുംസകലിംഗത്തിൽ ഏതതാണ് അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നത്. ദൂരെയായിട്ട് ഉള്ളതിനെ സൂചിപ്പിക്കുന്നത് തത്. അതായത് ഏതത് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം മലയാളത്തിൽ. തത് എന്ന് പറഞ്ഞാൽ അത്. അപ്പം ഏതത് ഫലം, തത് ഫലം. ഇത് അടുത്തുള്ളത്,
തത് എന്ന് പറയുമ്പോൾ ദൂരെയുള്ളത്. ഏതത് എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം, തത് എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. അടുത്തതായിട്ട് വിമാനം കാണിച്ചിരിക്കുകയാണ്. 2 ചിത്രത്തിലും വിമാനമാണ്, ഒന്ന് അടുത്ത് കാണിച്ചിരിക്കുന്നു, ഒന്ന് ദൂരെയായിട്ട്. അപ്പോൾ ഏതത് വിമാനം എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതത് വിമാനം, തത് വിമാനം, ദൂരെയായിട്ടുള്ളതിനെ പറയുന്നതിന് തത് വിമാനം. അടുത്തതായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിം ശബ്ദം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മകാരാന്തഃ കിം ശബ്ദഃ. അപ്പോൾ അതിൻ്റെ നമ്മൾ സർവനാമ രൂപങ്ങൾ, അതായത് അതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ചോദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതിൻ്റെ ശബ്ദങ്ങൾ, സർവനാമ രൂപങ്ങളായിട്ട് വരുന്നത്. കിം ശബ്ദത്തിൻ്റെ മകാരാന്തഃ കിം ശബ്ദഃ. അതിൽ നമ്മൾ പഠിച്ച പുല്ലിംഗ രൂപം, അതിൻ്റെ പുല്ലിംഗ രൂപം എന്ന് പറഞ്ഞാൽ കഹ എന്നാണ് പഠിച്ചത്. കഹ, ക, കിം. അപ്പോൾ അതിൽ നമ്മൾ കഹ, അതായത് പുല്ലിംഗ ശബ്ദത്തിൻ്റെ ഒരു ആണ് ആണെങ്കിൽ ആ ആളിനെ ആരാണെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ആ ശബ്ദം കഹ ഉപയോഗിക്കണം, പുല്ലിംഗ ശബ്ദം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ സിമ്പിളായിട്ട് എങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതാണ് ഈ ചിത്രത്തിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിവിടെ നോക്കാം. ആദ്യത്തെ ചിത്രം, ഇതിൽ ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഓരോ തൊഴിൽ ചെയ്യുന്ന ആണുങ്ങളാണ്, എല്ലാം ആണുങ്ങൾ. അപ്പോൾ എല്ലാം പുല്ലിംഗ ശബ്ദങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്, തട്ടാൻ. അപ്പം അയാളെ കാണിച്ചിട്ട് ചോദിക്കുക ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ പുള്ളി നമ്മുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഏഷഹ കഹ എന്നാണ് ചോദിക്കുന്നത്. അതായത് അടുത്തായതുകൊണ്ട് നമ്മൾ ഏഷഹ ഉപയോഗിച്ചു. പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഏഷഹ കഹ, ഏഷഹ കഹ എന്ന് ചോദിക്കും. അപ്പോൾ ഉത്തരം ഏഷഹ സ്വർണ്ണകാരഃ, സ്വർണ്ണപ്പണിക്കാരൻ, തട്ടാൻ. അടുത്ത ചിത്രത്തിൽ ദൂരെയായിട്ടൊരു ബ്ലാക്ക് സ്മിത്ത് അഥവാ ലോഹപ്പണി ചെയ്യുന്ന ആൾ, കൊല്ലൻ ഇരിക്കുകയാണ്. അപ്പം പുള്ളിയെ കാണിച്ചിട്ട് നമ്മൾ ചോദിക്കും ആരാണ് ഇത്, ആരാണ് എന്ന് ചോദിക്കുന്നതിന് അതാരാണ് അല്ലെങ്കിൽ അവൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പം അതിനെങ്ങനെ ചോദിക്കാം? സഹ കഹ, ഇങ്ങനെ ചോദിക്കണം. സഹ കഹ, സഹ ലോഹകാരഃ, സഹ ലോഹകാരഃ. ഇതാണ് അതിൻ്റെ സംസ്കൃത പദം, ബ്ലാക്ക് സ്മിത്തിൻ്റെ. അടുത്തതായിട്ട് ഒരു മാല ഉണ്ടാക്കുന്ന ആളാണ്, പൂക്കൾ കൊണ്ട് മാല ഉണ്ടാക്കുന്ന ഗാർലൻ മേക്കർ എന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഏഷഹ കഹ, ഏഷഹ മാലാകാരഃ, അങ്ങനെ പറയണം. അങ്ങനെ ആൻസർ അതാണ്. അടുത്തത് ദൂരെയായിട്ട് ഒരു കുടങ്ങളൊക്കെ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ പോട്ടർ എന്ന് പറയും, കുശവൻ എന്ന് മലയാളത്തിൽ പറയും. അതിന് അദ്ദേഹത്തെ കാണിച്ചിട്ട് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ശബ്ദം ഉപയോഗിക്കണം? സഹ, ദൂരെയുള്ള ആളാണ്. അപ്പോൾ സഹ കഹ അങ്ങനെ ചോദിക്കും. സഹ കഹ, സഹ കുംഭകാരഃ, കുംഭകാരഃ എന്നുള്ളതാണ് പോട്ടറിൻ്റെ സംസ്കൃത പദം. സഹ കുംഭകാരഃ. അടുത്തതായിട്ട് ഒരു ആനപ്പാപ്പാൻ്റെ ചിത്രമാണ്, അടുത്തുള്ള അടുത്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏഷഹ കഹ, ഏഷഹ ഹസ്തിപകഃ, ഏഷഹ ഹസ്തിപകഃ. ഇതാണ് അതിൻ്റെ സംസ്കൃത പദം. അടുത്ത ചിത്രത്തിൽ ഒരു പശുക്കളെ നോക്കുന്ന ഒരാളാണ്, ഗോപാലൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ദൂരെയാണ് നിൽക്കുന്നത്, കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ സഹ കഹ, ഉത്തരം സഹ ഗോപാലകഃ, സഹ ഗോപാലകഃ. ഇനി അടുത്ത കുറച്ച് ഉദാഹരണങ്ങളും കൂടെ 2-3 ഉദാഹരണം നോക്കാം. അതായത് ആദ്യത്തെ ചിത്രത്തിൽ ഒരു അലക്കുകാരനാണ്, അലക്കുകാരൻ്റെ ചിത്രമാണ്, അടുത്താണ് ആൾ നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏഷഹ കഹ, ഉത്തരം ഏഷഹ രജകഃ, ഏഷഹ
രജകഃ, അതാണ് അതിൻ്റെ സംസ്കൃത പദം, അലക്കുകാരൻ്റെ സംസ്കൃത പദം. അടുത്തത് ദൂരെയായിട്ട് ഒരു ആശാരി, കാർപ്പൻറ്റർ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സഹ കഹ, സഹ തക്ഷകഃ, സഹ തക്ഷകഃ. അടുത്തത് ഒരു പോലീസുകാരൻ്റെ ചിത്രമാണ്, അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഏഷഃ കഹ, ഉത്തരം ഏഷഃ ആരക്ഷകഃ, ഏഷഃ ആരക്ഷകഃ, പോലീസുകാരൻ, ആരക്ഷകഃ. അടുത്തതായിട്ട് അടുത്ത ചിത്രത്തിൽ ഒരു സൈനികനാണ്, സൈനികനെയാണ് കാണിച്ചിരിക്കുന്നത്, അത് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സഹ കഹ, സഹ സൈനികഃ, സഹ സൈനികഃ. അപ്പോൾ ഇത്രയുമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആ കഹ ശബ്ദം, പുല്ലിംഗ ശബ്ദമായ കഹ എന്ന ശബ്ദം വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസർ ഒരു സിമ്പിളായിട്ട് കുറച്ച് ചിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാവുന്നു. ഹരിയോം. ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. കായേന വാചാ മനസേന്ദ്രൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാനലിൻ്റെ അതേ പേരിൽ തന്നെ സംസ്കൃത മാതരം എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്ന പാഠത്തിൽ വരുന്ന സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഞാൻ റിപ്ലൈ തരാം. ഇന്നത്തെ വീഡിയോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതുതായി ഈ ചാനൽ സന്ദർശിക്കുന്നവർ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.